വന്യജീവി ആക്രമണം അതൊരു യാഥാർത്ഥ്യമാണ്. ആളുകളിങ്ങനെ വല്ലാത്ത ആശങ്കയിൽ നിൽക്കുകയാണ്. നമുക്ക് വേണ്ടതുപോലെ കേന്ദ്ര സഹായം അക്കാര്യത്തിൽ ലഭ്യമാകുന്നുമില്ല. മാത്രമല്ല നിയമം ഭേദഗതി ചെയ്യുന്നതിൽ യാതൊരു ഇടപെടലും നടത്താനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു 10 മിഷനുകൾ വനം വകുപ്പ് ഔപചാരികമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നവരുടെ ഉന്നത തല യോഗം ചേരുന്നുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യണം. നമ്മളിപ്പോ ഡിസാസ്റ്ററായി ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഡിസാസ്റ്ററായി അത് ഉൾപ്പെടുത്തി ഡിസാസ്റ്ററായി ഉൾപ്പെടുത്തിയതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ആ വിധത്തിൽ ഇടപെടാൻ കഴിയും. ഇത് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി കാണണം. കാരണം അകത്ത് ചൂട് കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉൽപ്പന്നങ്ങളിൽ പല കാരണങ്ങളുണ്ടാകാം. ഈ കാരണങ്ങൾ അന്വേഷിച്ച് പോകുക കൂടി ചെയ്തില്ലെങ്കിൽ കേവലം ഫെൻസിംഗ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഒരു മനസ്സായി നമ്മൾ നിൽക്കണം, വളരെ ഗൗരവത്തോടെ. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണത്.